നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് വിശദമായ പല റിപ്പോർട്ടുകളും ഞാൻ ചെയ്തിരുന്നു. സാധാരണഗതിയിൽ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഞാൻ ഇടയ്ക്കിടെ നോക്കാറുമുണ്ട്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയ ചിന്തിക്കുന്നത് മാധ്യമങ്ങൾക്കപ്പുറമാണ് എന്ന സത്യം തിരിച്ചറിയുന്നു. പച്ചയ്ക്ക് തന്നെ പ്രേക്ഷകർ നിലപാട് വ്യക്തമാക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ മിനിമം ഒന്ന് തൂക്കിക്കൊല്ലണമെന്ന് പോലും ചിലർ പരിഹസിക്കുന്നു. ആ പരിഹാസത്തിൻ്റെ ഭാരം ചെന്നിടിക്കുന്നത് ഈ ഭരണകൂടത്തിനുമേൽ. എനിക്ക് ബോബിയെ പരിചയമോ പ്രത്യേക മമതയോ ഇല്ല. എങ്കിലും പല കുറ്റകൃത്യങ്ങളും നടക്കുന്ന ഈ നാട്ടിൽ ഇയാൾ ചെയ്തത് അത്ര വലിയ കുറ്റകൃത്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരാൾ എഴുതിയ കമൻറ്റ്, ആ കമൻറ്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മറ്റൊരുപാട് പേർ. നിരവധി വൈരാഗ്യങ്ങളുടെ ഇരയാകാം ബോബി ചെമ്മണ്ണൂരെന്ന് മറ്റു ചിലർ കുറിപ്പെഴുതുന്നു. ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനാണ് മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ കുടുക്കിയത് പോലീസ് എന്ന് ചിലർ പറയുന്നു. ബോച്ചയെ ചൊറിഞ്ഞ് ആത്മനിർവൃതി നേടുന്ന ഞരമ്പ് മാധ്യമങ്ങളെന്ന് മറ്റു ചിലരുടെ കുറിപ്പുകൾ. നിങ്ങളുടെ വാർത്ത ഇഷ്ടമായിരുന്നു, പക്ഷേ ഈ വാർത്ത ശരിയല്ല. കാരണം ബോച്ചയുടെ ഇൻ്റർവ്യൂവിന് ചോദിച്ച കുസൃതി ചോദ്യങ്ങൾക്കാണ് അയാൾ മറുപടി പറഞ്ഞത്. അയാൾ റോഡിൽ പോയി വിളിച്ചു പറഞ്ഞതല്ല. അപ്പോൾ ചോദ്യം ചോദിച്ചയാളാണ് ഒന്നാം പ്രതി. പിന്നെ കയ്യിൽ പിടിച്ചത്. ബോച്ചെ കൈനീട്ടിയപ്പോൾ എന്തിനാണ് ഖണി കൈ കൊടുത്തത്? ഈ കമൻറ്റുകൾ ഞാൻ ഗൗരവത്തോടെ എടുക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലെ നിരവധി നിലപാടുകൾ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാൻ പരതി. പലതിലും അത്ഭുതപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ. ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയടക്കം പലരും ചോദ്യം ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂരിനെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതും നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ശക്തി പൂർണ്ണമായി വ്യക്തമാക്കുന്നു. അയാൾ പറഞ്ഞത് ആഭാസത്തരങ്ങൾ തന്നെ. അയാളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് നമുക്ക് ക്ഷമിക്കാനും കഴിയില്ല. എന്നാൽ അതിലപ്പുറം പല സത്യങ്ങളും ഇവിടെ തെളിഞ്ഞു വരുന്നു. 8 മാസങ്ങൾക്ക് മുൻപ് മുഹമ്മദ് റിയാസ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അബ്ദുൾ റഹീമിനായി ശ്രീ ബോബി ചെമ്മണ്ണൂർ ഫറൂഖ് പഴയപാലത്തിൽ എന്ന ടൈറ്റിലിൽ. ഫറൂഖ് പഴയപാലത്തിലെത്തിയ ബോബി ചെമ്മണ്ണൂർ റഹീമിനു വേണ്ടിയുള്ള പണപ്പിരിവ് പൂർത്തിയാക്കി എന്ന വിളംബരമാണ് അയാൾ അവിടെ വെച്ച് നടത്തിയത്. ആ രാത്രിയിൽ മുഹമ്മദ് റിയാസിനെ ഫോണിൽ വിളിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി റിയാസ് ഓടി അടുക്കലെത്തി. നേരെ ബോബി ചെമ്മണ്ണൂരിന് പൊന്നാട അണിയിച്ചു. അതിനുശേഷം പൂമാലയിട്ടു. പിന്നെ കെട്ടിപ്പിടിച്ചു. ബോബി ചെമ്മണ്ണൂർ എന്ന ഹീറോയെ ജനം അവിടെ ഉയർത്തിപ്പിടിച്ചു. ബോബി ചെമ്മണ്ണൂർ തൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി വിളിച്ചു പറഞ്ഞു, നമുക്കിനിയും അനേകം റഹീമുമാരെ രക്ഷിക്കണം. സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ പടർത്തുന്നത്. പിന്നീട് ബോച്ചെ എന്ന ആ മനുഷ്യസ്നേഹിയെക്കുറിച്ച് വാതോരാതെ മുഹമ്മദ് റിയാസ് സംസാരിക്കുന്നു. ഏറ്റവും ഭയാനകമായ ചില സംഭവങ്ങളും അവിടെ നടന്നു. ബോച്ചെ ടീയുടെ ഉദ്ഘാടനം 500 ചായപ്പൊടി പാക്കറ്റുകൾ വാങ്ങിക്കൊണ്ട് മുഹമ്മദ് റിയാസ് നടത്തി. 50,000 രൂപയ്ക്കാണ് ടീ വാങ്ങിയേക്കണേ. താങ്ക് യു വെരി മച്ച്. അബ്ദുറഹീമിന്റെ ജീവിതത്തിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വഴിത്തിരിവാൻ വേണ്ടി ആദ്യത്തെ വലിയൊരു സംഭാവനയാണ്. മാത്രമല്ല അതിനേക്കാൾ വില ഈ 9 മണിക്ക് 1 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോൾ ഓടി വന്നു സഹായിക്കാനായിട്ട്. ഇതിന് വളരെയധികം നന്ദി. കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മാത്രമല്ല മുഹമ്മദ് റിയാസ്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. അതേ മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശം നൽകുന്ന വിചിത്രമായ കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നു. ഒരിക്കൽ മുഹമ്മദ് റിയാസ് ചേർത്ത് പിടിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് കാക്കനാട് ജയിലിൽ എ ബ്ലോക്കിലെ 1-ാം നമ്പർ സെല്ലിൽ കിടന്ന് പുളയുന്നു. ഇവിടെ ചില ശ്രദ്ധേയമായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. സിദ്ദിഖിന് മുന്നിലും മുകേഷിന് മുന്നിലും തലകുനിച്ച ഭരണകൂടവും പോലീസും എന്തുകൊണ്ട് ബോച്ചയെ ഇത്ര പെട്ടെന്ന് കുരുക്കി ജയിലറയ്ക്കുള്ളിലിട്ടു? ബോച്ചയ്ക്ക് ലഭിച്ചത് അയാൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് എന്ന കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആർക്കും സംശയമില്ല. എന്നാൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിന് ഭരണകൂടം ഉത്തരം പറഞ്ഞേ തീരൂ. എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ ഭയാനകമായ ബലാത്സംഗ പരാതികൾ മറ്റു പലരും ഭരണകൂടത്തിന് മുന്നിലും പോലീസിന് മുന്നിലും നൽകിയിട്ട് ആ പരാതികൾക്കുമേൽ കണ്ണടച്ചത്, നിസ്സംഗരായത്? ബോബി ചെമ്മണ്ണൂർ ആഭാസ പ്രയോഗങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായി. അത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. ബോബി ചെമ്മണ്ണൂർ അഭിമുഖങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും മാസങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് അയാളുടെ വായിൽ നിന്ന് പുറത്തു വന്നതാണ്. അതിനൊക്കെ ശേഷമല്ലേ ഇതേ മുഹമ്മദ് റിയാസ് ഫറൂഖ് പഴയപാലത്തിലെത്തി അയാളെ ചേർത്ത് പിടിച്ചത്? എത്രയെത്ര മന്ത്രിമാരും MLA-മാരും ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ യാചകയാത്രയിൽ അയാൾക്കൊപ്പം അണിചേർന്നു. അന്നൊക്കെ ഈ ഭരണകൂടത്തിൻ്റെ വികാരം എവിടെയായിരുന്നു? ഇത്രയേറെ ആഭാസത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് എന്തുകൊണ്ട് രഹസ്യാന്വേഷണ പോലീസ് റിപ്പോർട്ട് അന്നത്തെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമൊന്നും ശ്രദ്ധിച്ചില്ല?
രായ്ക്ക് രാമാനം ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുക്കൽ ഓടിയെത്തിയ മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇവിടെ കുറ്റവാളി. ഇത്തരം മുഹമ്മദ് റിയാസുമാർ തന്നെയാണ് ഇത്തരം കപട നന്മമരങ്ങളെ ഇവിടെ വളർത്തിവിട്ടത്. തൻ്റെ ഭർത്താവിൻ്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീട്ടമ്മ മഞ്ജുഷ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ മുഖം തിരിച്ച ഭരണകൂടത്തിന് ഇവിടെ എന്തുത്തരം പറയാൻ കഴിയും? അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റും അതിലപ്പുറം ജയിൽ റിമാൻഡുമൊക്കെ ഉയർത്തുന്ന ഒരുപിടി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കത്തിയാളുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് കഴിയില്ല. ബോബി ചെമ്മണ്ണൂരിനെതിരെ മാധ്യമങ്ങൾ ആക്രോശങ്ങൾ നിരത്തിയ ആദ്യ ദിവസം അക്കൂട്ടത്തിൽ ഞാനുമുണ്ടായിരുന്നു. കാരണം ആഭാസത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന അശ്ലീലത്വം വിളമ്പുന്ന അയാൾക്കെതിരെ കൃത്യമായ നിലപാട് അത് ഉറച്ച ശബ്ദത്തിലാകണം എന്ന് നിശ്ചയിച്ചു. എന്നാൽ തുടർ മണിക്കൂറുകളിൽ പോലീസ് നടത്തിയ ദ്രുതഗതിയിലുള്ള നീക്കം നമ്മെ അമ്പരപ്പിച്ചു. അതുതന്നെയാണ് ഈ നിയമവ്യവസ്ഥ നടപ്പാക്കാൻ ഈ നാടിനാവശ്യം. അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ മറ്റു ചില സംശയങ്ങൾ ജനമനസ്സുകളിൽ ഉയർന്നതോടെ ആ സംശയങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അവിടെയാണ് മുകേഷും സിദ്ദിഖുമൊക്കെ നമുക്ക് മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുന്നത്. അവിടെയാണ് മലയാള സിനിമാ ലോകത്ത് നിന്ന് പീഡനത്തിൻ്റെ 27 പരാതികൾ കൊടുത്ത നടിമാരുടെ കണ്ണീർ വീണ് കിടക്കുന്നത്. അവിടെയാണ് ആ നടിമാരെ ആക്രോശിച്ചും ആക്ഷേപിച്ചുമൊക്കെ കളത്തിലിറങ്ങിയ മാധ്യമങ്ങളുടെ ഇരട്ടമുഖം നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ കണ്ണീർ വീണുടയുന്നത്. ദുരന്തങ്ങളിൽ നിന്ന് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ തട്ടിപ്പ് നടത്തിയോ വെട്ടിപ്പ് നടത്തിയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനുണ്ട്. അതെല്ലാം അവർ ബോധപൂർവം കണ്ണടച്ചു. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതികൾ ഉയർന്നു തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല, അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. VS അച്യുതാനന്ദൻ ഉയർത്തിയ പരാതികൾ പോലും കണ്ടില്ല എന്ന് പിണറായി വിജയൻ സർക്കാർ നടിച്ചു. എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർന്ന ആരോപണങ്ങളും പരാതികളുമൊക്കെ കുഴിച്ചു മൂടപ്പെട്ടത്? അതിനു പിന്നിൽ രാഷ്ട്രീയ മുതലാളിത്ത ബന്ധങ്ങളുണ്ടെന്നും നോട്ടുകെട്ടുകളുടെ ചില നാറിയ മണങ്ങളുണ്ടെന്നും വ്യക്തമാണ്. ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കട്ടെ എന്ന് ആക്രോശിക്കുന്ന സാംസ്കാരിക നായകരും സ്ത്രീകളും ഇപ്പോൾ പച്ചയ്ക്ക് ചിലതൊക്കെ വിളിച്ചു പറയുന്നു. അതൊക്കെ നല്ലത് തന്നെ, അയാൾ അകത്ത് കിടക്കട്ടെ. എന്നാൽ അകത്ത് കിടക്കേണ്ടവർ അനേകരുണ്ട് ഈ കേരളത്തിൽ എന്ന് നമ്മൾ സ്വയം മറന്നുപോകുന്നു. കണ്ണൂരിലെ പാർട്ടി തട്ടകത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നവീൻ ബാബുവിന് എന്തുകൊണ്ട് നീതി ഉറപ്പാക്കാൻ ഇത്ര ആർജവത്തോടെ ഈ ഭരണകൂടം പൊരുതിയില്ല എന്ന ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം പറയാൻ പിണറായി വിജയന് കഴിയില്ല. അവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന വിഗ്രഹം വീണുടയുമ്പോൾ അത് നോക്കി കൈയടിക്കാനുള്ള ധാർമ്മികതയൊന്നും ഈ സർക്കാരിനില്ല എന്നർത്ഥം. ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരത്തിയ മ്ലേച്ഛതകളെ ന്യായീകരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഒരു കുടുംബവുമായി ഇരുന്ന് അയാളുടെ അഭിമുഖങ്ങൾ കാണുക വയ്യ. ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ ജാക്കി വെച്ച സംഭവമൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇത്തരം ഭാഷണങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾ മാതാപിതാക്കളോട് ചോദിക്കും, എന്താണ് ബോബി ചെമ്മണ്ണൂർ പറയുന്ന ഈ ജാക്കി വെയ്പ്പ്? ഇങ്ങനെ എത്രയെത്ര മ്ലേച്ഛത അയാൾ വിളമ്പിയിട്ടുണ്ട്. അതിനൊന്നും യാതൊരുവിധ ന്യായീകരണവും നിരത്താൻ ഈ ഫാൻസുകാർക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ കഴിയില്ല. എന്നാൽ അതിലപ്പുറം ആ വിഗ്രഹത്തെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞുടയ്ക്കുമ്പോൾ സ്വയം നെഞ്ചിലേക്ക് തിരിയുന്ന വിരൽപ്പാടുകളുണ്ട് എന്ന് മറക്കരുത്. ബോബി ചെമ്മണ്ണൂർ എന്ന മഹത് വ്യക്തിയെ നെഞ്ചിലേറ്റി തോളിലേറ്റി തുള്ളൽ നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ ഇതാ 8 മാസങ്ങൾക്ക് ശേഷം അയാളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പോലും അവർക്ക് അലർജിയായി മാറുന്നു. പലർക്കും അന്നയാൾ നന്മമരമായിരുന്നു. എത്രയെത്ര പുകഴ്ത്തുപാട്ടുകളാണ് നമ്മൾ കേട്ടത്. 2024 ഏപ്രിൽ 13 ഒറ്റ ദിവസം കൊണ്ട് 34 കോടി രൂപ പിരിച്ചെടുത്തപ്പോൾ അതിൻ്റെ അറ്റം പിടിച്ച് തൻ്റെ കൂടി പരിശ്രമ ഫലമാണിത് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയൊക്കെ ബോബി കാട്ടി. എന്നാൽ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു ഈ ഭരണകൂടം ചെയ്തത്. തുടർന്ന് ലക്കി ഡ്രോ എന്ന ലോട്ടറി ടിക്കറ്റ് തട്ടിപ്പ്, അത് ഉദ്ഘാടനം ചെയ്തതാവട്ടെ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയും പിന്നെ അത് തുടർന്നു കൊണ്ടുപോയത് രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെ ഒത്താശയിലും. ബോബി ചെമ്മണ്ണൂരല്ല, ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെ. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വെളുപ്പിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. എന്നാൽ ബോബിയുടെ ഇന്നത്തെ അവസ്ഥ പഠിപ്പിക്കുന്ന ചില പാഠാന്തരങ്ങളുണ്ട്. ഒരിക്കൽ മാധ്യമങ്ങളുടെ ഇഷ്ടകഥാപാത്രമായിരുന്നു ബോബി ചെമ്മണ്ണൂർ. മാധ്യമങ്ങൾക്ക് അയാൾ കോടികളുടെ പരസ്യം വലിച്ചുവാലി എറിഞ്ഞു കൊടുത്തു. ആ അപ്പക്കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിച്ച എത്രയെത്ര മാധ്യമങ്ങളും ചാനലുകളുമുണ്ട് കേരളത്തിൽ.
കോമഡി ഷോകളിൽ മാത്രമല്ല ചാനൽ ഷോകളിലെ ഏറ്റവും മുന്തിയ അവതാരകരുടെ മുന്നിലിരുന്ന് ദ്വയാർത്ഥങ്ങൾ ഇയാൾ എഴുന്നള്ളിച്ചപ്പോഴും അതിനൊക്കെ കൈയടിച്ചവരാണ് പ്രേക്ഷകരും ഈ ചാനലുകളും പത്രങ്ങളും. എന്നാൽ രാജാവായി എഴുന്നള്ളിച്ചു കൊണ്ടു നടന്നവനെ മണിക്കൂറുകൾക്ക് മുൻപ് പ്രജകൾ തന്നെ എറിഞ്ഞു വീഴ്ച്ചു. പിന്നീട് ഭരണകൂടവും പോലീസും ചേർന്ന് അയാളുടെ കൈകൾ ബന്ധിച്ചു. പിണറായി വിജയൻ എന്ന പീലാത്തോസ് പോലും ഒടുവിൽ മുഹമ്മദ് റിയാസിന് മുന്നിൽ കൈകഴുകി വിളിച്ചു പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങളവനെ ക്രൂശിച്ചോളൂ. ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവനെ കല്ലെറിഞ്ഞു വീഴ്ത്തി. അതെ, അവനെ ജയിലറയ്ക്കുള്ളിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. അവൻ തെറ്റുകാരനാണ് എന്ന വിധി വൈപരീത്യമാണ് ഇവിടെയുള്ളത്. ബോബി ചെമ്മണ്ണൂരിനെ ഒറ്റുകൊടുത്തവർ 3 അല്ല 3000-ലധികം വരുമെന്നർത്ഥം. എല്ലാവരും ഒറ്റുകൊടുത്ത ജയിലറയ്ക്കുള്ളിലെ ആ തറയിലിരുന്ന് ബോബി ചെമ്മണ്ണൂർ മൂങ്ങുമ്പോൾ ഒരു കാര്യം നമുക്കുറപ്പിക്കാം, നിയമം ശക്തമായി നടപ്പാക്കിയാൽ ഈ നാട് രക്ഷപ്പെടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.